ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നോർത്തങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ പായസത്തിന്റെ ഒരു റെസിപ്പിയുമായിട്ടാണ്. തീർച്ചയായും കേരള റെസിപ്പി തന്നെയാണ്, നല്ല ടേസ്റ്റ് ആണ്. ഇപ്പൊ ഞാൻ ഒരു തവണ ഉണ്ടാക്കി നോക്കി, വളരെ ടേസ്റ്റിയാണ്. നമ്മള് ഒരു പഞ്ചാമൃത പ്രസാദം ഒക്കെ കഴിക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഈ വരുന്ന ഓണത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനലിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുകയും വേണം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോവുകയാണ്. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം നമ്മൾ പായസം വയ്ക്കാനായിട്ട് എടുക്കേണ്ടത്. നല്ല പുളിയുള്ള ഒരു തരം പൈനാപ്പിൾ കിട്ടും, പഴുത്തതാണെങ്കിലും. പക്ഷേ അതല്ല, നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുന്നതാണ് പായസത്തിന് എപ്പോഴും നല്ലത്. പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൈനാപ്പിൾ ഫുള്ളായിട്ട് അതിൻ്റെ മുള്ളൊക്കെ ചെത്തിക്കളയാൻ ശ്രമിച്ചാൽ അത് വലിയൊരു പണിയാണ്. പിന്നെ മൊത്തം തോലൊക്കെ ചെത്തി പിന്നെ അതിൻ്റെ മുള്ളെല്ലാം ചെത്തിക്കളയുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ചെയ്യുന്നത് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി എടുത്തിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ മുള്ളുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. പ്രത്യേകിച്ചും നമ്മൾ പായസത്തിന് എടുക്കുമ്പോൾ ഒട്ടും തന്നെ മുള്ളില്ലാതെ വേണം എടുക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നടുവിൽ വരുന്നത് അത് ചെറുതായിട്ടൊന്ന് മുറിച്ച് കളയാം. അതിനുശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കട്ടിങ് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മുറിച്ചെടുക്കുകയും ചെയ്യാം. വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ പൈനാപ്പിൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഇതേ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആകുമ്പോൾ അതിൽ നിന്ന് തനിയെ തന്നെ കുറച്ച് വെള്ളം ഊറി ഇറങ്ങും. നമ്മൾ കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചവ്വരി വെള്ളത്തിലേക്ക് ഇടുക. അളവുകളെല്ലാം കൃത്യമായിട്ടുള്ള അളവുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വെള്ളത്തിലിട്ട ചവ്വരിയെ മറ്റൊരു പാത്രത്തിൽ നമ്മൾ സെപ്പറേറ്റ് ഒന്ന് വേവിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ശർക്കര പാനിയാണ്. ഒരു അല്പം ശർക്കര വെള്ളത്തിൽ ഒന്ന് അലിയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പായസം തയ്യാറാക്കാനുള്ള പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചത്. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന നെയ്യിലേക്ക് നമ്മൾ പൈനാപ്പിളിൻ്റെ അരച്ച് വെച്ച ആ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ പൈനാപ്പിൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയണമെന്നില്ല. ഒരു ചെറിയ ചെറിയ തരികൾ അതിനകത്ത് കിടക്കുന്നത് നല്ലതാണ്. നമ്മളിങ്ങനെ കഴിക്കുമ്പം പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുത്. അതുകൊണ്ട് നമ്മൾ അരിച്ച് എടുക്കണമെന്നില്ല. നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തതിന് ശേഷം ഡയറക്റ്റ് ഇതുപോലെ ഒഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു പൈനാപ്പിളിൻ്റെ പീസസ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ തേങ്ങാപ്പാലാണ്. ഒരു ഫുൾ തേങ്ങയുടെ പാല്, ഇത് 1-ാം പാല്. അതുപോലെ 1-ാം പാൽ എടുത്തതിന് ശേഷം അതിൻ്റെ തേങ്ങാപ്പീര കൊണ്ട് തന്നെ നമ്മൾ 2-ാം പാലും റെഡിയാക്കുന്നുണ്ട്. അങ്ങനെ 1ഉം 2ഉം തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം നമ്മുടെ പൈനാപ്പിൾ അവിടെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വെള്ളമെല്ലാം പറ്റണം, അതുവരെ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഒരു 7 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ആ സമയം കൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ 2 റെഡിയാക്കി എടുത്തത്. ഈ സമയം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം പൈനാപ്പിളിൻ്റെ അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമെല്ലാം നന്നായിട്ട് പറ്റണം. ഇപ്പോൾ ആ വെള്ളമയം എല്ലാം പോയി. അതിനുശേഷം നമുക്ക് ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ കൊടുക്കണം. ഇപ്പോൾ അതിനകത്ത് കണ്ടാലറിയാം, പൈനാപ്പിൾ അരച്ചപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു പീസസ് അതിൽ കാണാനുണ്ട്. ശർക്കരയിൽ പൈനാപ്പിൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്തേക്ക് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുതിർത്ത ചവ്വരി സെപ്പറേറ്റ് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 വേവായ ചവ്വരി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചവ്വരി ഡയറക്റ്റ് ഇതിനകത്തേക്ക് ഇടുമ്പോൾ വേവാൻ ഒരുപാട് സമയമെടുക്കും. ചവ്വരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പായസം ഒന്ന് കുറുകി വരും. ചവ്വരി വെന്ത് വരുമ്പം ഈ സമയം നമുക്ക് 2-ാം പാൽ, നമ്മൾ 3-ാം പാൽ എടുത്തിട്ടില്ല, തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/2 ലിറ്റർ അളവിനാണ്
രണ്ടാം പാൽ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വീണ്ടും അതുപോലെ ചൗവരി വെന്ത് വരുന്നതനുസരിച്ച് പായസം നന്നായിട്ട് കുറുകി വരും. അപ്പം രണ്ടാം പാലൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുകിയ പരുവമായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണിത് കുടിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ പായസം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. കൈ ഇടാതെ ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തത് ഏലക്കാപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ. അതുപോലെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികളും ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പം പായസത്തിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇനി ലാസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മളെടുത്ത് വെച്ചിരുന്ന 1-ാം പാൽ. അത് ഒരു 100-150 മില്ലിക്ക് അടുത്തുള്ള പാലിനാണ് 1-ാം പാൽ എടുത്തിട്ടുള്ളത്. അത് നല്ല കുറുകിയ പാലാണ്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വീണ്ടും ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഓഫ് ചെയ്യാം, നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരല്പം, ഒരു നുള്ളു ഉപ്പ്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫാണ്, ഇനി സ്റ്റൗ കത്തിക്കേണ്ട ആവശ്യമില്ല. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നെയ്യ് ചൂടാക്കിയിട്ടുണ്ട് 1 ടീസ്പൂൺ. അതിലേക്ക് നമ്മുടെ കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടി ഒന്ന് പകുതി മൂപ്പൊക്കെ ആകുമ്പോഴത്തേന് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കിസ്മിസും കശുവണ്ടിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പം നമ്മുടെ പായസത്തിനകത്തേക്ക് ഒഴിക്കാം. അങ്ങനെ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു അടിപൊളി പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പളനിയിലെ പഞ്ചാമൃതം കഴിക്കുന്ന പോലെയൊക്കെയുള്ള നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരിക്കലും ഈ ടേസ്റ്റ് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുമല്ലോ. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.